ആരെങ്കിലും വല്ലതും കുടുക്കി പെട്ടോ? സൂപ്പർ വിട്ട സത്യം പറഞ്ഞ കുടുക്കി പെട്ടോ? ചാർലി എന്തെങ്കിലും കുടുക്കി പെട്ടോ? കാട്ടു നിങ്ങൾ ആരെങ്കിലും വല്ല കുടുക്കി വല്ലതും പെട്ടോടാ? കുടുങ്ങിയിട്ടില്ല. ഓക്കെ ആയാ മതി. എന്നെ പീഡിലേക്ക് വിളിച്ചോളൂ, ഞാൻ പോയിട്ട് വരാനാണ്. എയർ വേങ്ങാൻ പറ്റുമോ നോക്കണേ. എയർ ഇവിടെ എന്നെ പീഡിലേക്ക് വിളിക്കുന്നുണ്ട്, ഞാൻ വരാന്നോ? അത് കണ്ണാപ്പണ്ടായ കാട്ട് റെഡി ഉണ്ടോ? ഹലോ കാട്ട് റെഡി ഉണ്ടോ? കാട്ടു പീഡിയില് നിന്റെ ഡാഡ് കാട്ടിൽ പോയി പപ്പെന്ന് പറഞ്ഞ ഏതായിരുന്നു വന്ന് എന്നെ വിളിച്ചേക്കണം. ഇപ്പൊ നിനക്ക് കാണണോ വേണ്ടോ? നിന്റെ കാണണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേണ്ടെന്ന് പറയും. കാട്ടുപടി പപ്പനല്ലേ? ഞാൻ കണ്ടടാ പുള്ളി ഇപ്പൊ പീഡി വന്നിപ്പോ നിനക്ക് ഒരു മിസ്സിംഗ് കംപ്ലൈന്റും കൊടുത്ത് നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞു. എന്നെ കാണാൻ ചെന്നിട്ടാ? ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാ ഞാൻ സേഫ് ആണെന്ന് പറഞ്ഞാ. എനിക്ക് കണ്ട ഞാൻ ചെങ്ങനെ കണ്ടുള്ള കണ്ട ഞാൻ കണ്ടോ ഫോൺ നോക്കണേ, എയർപ്ലെയിനാണോ വിളിച്ചിട്ടില്ല. ഫോൺ നോക്കാനുള്ളോ? വണ്ടി വൃത്തി പോയാ? എന്തിനോടെ കേട്ടോ, അവർക്ക് ഞാൻ പറയണ ഇവിടെ പോരാ. ഒന്നെങ്കിൽ നീ ഇങ്ങോട്ട് വന്ന് പറയണം, പുള്ളിയോട് പറയണം, അല്ലെങ്കിൽ പീഡിയുടെ ബാക്കിൽ വന്നാലും മതി, എന്നിട്ട് സംസാരിക്കാം. പീഡിയുടെ ലൊക്കേഷൻ ഏതാ? പീഡിയുടെ ലൊക്കേഷൻ 72-71. നീ ഫ്രണ്ട് വന്നാൽ മതി, അകത്തേക്ക് വരണ്ട കേട്ടോ. കാട്ടോ നീ ബാക്കിലേക്ക് വന്നാൽ മതി കേട്ടാ, ഫ്രണ്ടിൽ കൂടെ വരണ്ട, ബാക്കിൽ കൂടെ വന്നാൽ മതി. ഓക്കെ ഹലോ 72 വണ്ടി റേഡിയോ യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. കാർട്ടൂണോടൊന്ന് പറഞ്ഞു, കാർട്ടൂണോട് അടുത്തിട്ട് പീഡിയുടെ ബാക്കി വന്നായിരുന്നു. ലൊക്കേഷൻ ഒന്ന് ചോദിച്ചാ ബാക്കിൽ വരാനുള്ളൂ, ഫ്രണ്ട് വരല്ലേ? ബാക്കിലത്തെ വഴി ഒന്ന് പറഞ്ഞു കൊടുക്കും. ഒരു ബ്രിഡ്ജ് കയറി തന്നെ വഴിയാ, പാലോമീനോ അവന്യൂ എന്ന് പറയുന്ന വഴി കൂടെ വന്നിട്ട് ബാക്കി കൂടെ കയറി വരാം. നീ ഇപ്പൊ ചെയ്തുള്ള ലൊക്കേഷൻ ആണോ? അതിന്റെ ബാക്കിൽ കൂടെ പോകും. തന്തയ്ക്ക് പറഞ്ഞതോ തന്തമാരെ കൊണ്ട് ബാക്കിൽ കൂടെ പോവാം. ഷെർലോക്ക് അവിടെ ഇവിടെ എന്നെ സീൻ ഡാഡ് ഉണ്ട് സാറേ.
കാണിച്ചേ. കാട്ടു. ഓക്കെ അല്ലേ? ഡാഡി കാണണ്ടേ അപ്പൊ? ഇല്ലാത്ത അച്ഛനാണത്രേ, അച്ഛൻ അല്ലേ? എനിക്ക് അച്ഛനല്ലേ സാറേ. ഇല്ലാത്ത സാധനത്തെ എങ്ങനെയാ ഉണ്ടെന്ന് പറയാൻ? അപ്പൊ ഫേക്ക് അച്ഛൻ. ഉറപ്പാണോ? കേസ് എടുക്കാൻ ഉള്ളത്. ആളവര് കേസ് എടുത്തോ? ഞാന് ഇവരാരോ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവൻ എന്റെ അച്ഛനൊന്നുമില്ല. കാട്ടുപള്ളി പപ്പൻ അച്ഛനാവും എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തന്നില്ലത്ര സാറേ, തന്നില്ലത്താണ്. എനിക്ക് ആകെ കൂടി ഒരു അമ്മ ഉള്ളൂ, അക്കുമ്മ. അമ്മയാണ് എന്നെ വളർത്തിയതും എനിക്ക് ഫുഡ് തന്നതും എന്നെ ഇങ്ങനെ ആക്കിയത്. അതെ. അപ്പൊ ഒരു അച്ഛനെ ഞാൻ കണ്ടില്ല സാറേ. പിന്നെ പെട്ടെന്ന് എങ്ങനെ ഒരു അച്ഛൻ പൊട്ടി മുളച്ച്. ഇതൊക്കെ സിനിമയിലെ ഡയലോഗ് കണക്ക് വരുന്നുണ്ട്. ഞങ്ങള് പറഞ്ഞ പോലെ ഞങ്ങക്ക് കാണാൻ അത്രേ ഉള്ളൂ. പറഞ്ഞെങ്കിൽ വിടാം. അവരൊരു കേസ് കൊടുക്കാം. ഒരു കേസ് രാംദാസ് പുള്ളിയെ വിടല്ലേ കേട്ടാ. നേരെ ലോക്കിൽ ഉരുട്ടാ നേരമായി അവനെ. ഉരുട്ടി എടുക്കുക. സാറേ ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ നിൽക്കണോ പോണം? നിങ്ങക്ക് വേണമെങ്കിൽ ദൂരത്ത് കണ്ടോ, അവിടെ നിൽപ്പോ നോക്കി വെച്ചാ. ഇവനെ കണ്ടവരെ അച്ഛനെ വിളിക്കുന്ന സ്വഭാവം ഇല്ല ഇവന്. അല്ല അങ്ങനല്ല, അച്ഛാന്ന് വിളിക്കാല്ല. ആള് ഫേക്കാത്ത ആള് അവിടെ നിൽപ്പുണ്ട്. അവനല്ലേലും അറിയാൻ മേല, പിന്നെ എങ്ങനെ കണ്ട മനസ്സിലാണ്. ആളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇവനെ ഇവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകും. പൊയ്ക്കോ അത് നല്ലത്. വഴി പോണോട്ട് ശരിയാവൂലല്ലോ. എന്താ സാറേ വണ്ടി ഇങ്ങോട്ട് ഇതിനകത്തോട്ട്? ഇവന്റെ അച്ഛനെ ആരോ സാറേ അച്ഛനാന്ന് പറഞ്ഞപ്പോ ഞാൻ മുമ്പിൽ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോ ബാക്കി കൂടെ. അങ്ങനെ വന്നൂടാ. അങ്ങനെ വന്നാ നിങ്ങൾ മാത്രമേ വരുള്ളൂ, വണ്ടി വരൂല കൂടെ തിരിച്ച്. മറ്റേ പറഞ്ഞ കേട്ടിട്ടില്ലേ, ഈ കാണിക്കപ്പട്ടിക്ക് വീഴാത്തൊക്കെ ഞങ്ങളതാ സാറേ. പോവാ. നിങ്ങൾക്ക് ഫ്രണ്ടില് ഗരാജ് ഉണ്ടല്ലോ 70 അവിടെ പാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഓ ശരി. ഈ വണ്ടി ഏതാ? ഈ വണ്ടി അത് ഒരു വണ്ടി സാറേ. ഈ വണ്ടിയെ സാറ് ഓടിച്ചിട്ട് പോരെ. നിങ്ങളെടുത്തോ. ഓക്കെ അപ്പൊ ബൈ. നിങ്ങള് വന്ന കാര്യം എന്താ? എന്റെ പേരിലൊരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സാറേ, അത് നോക്കാൻ വേണ്ടി വന്നോ. പേരെന്താ സാറിന്റെ? എന്റെ പേര് കാട്ടു. എന്തൊക്കെയാണ് കാട്ടുമോൻ. ഐഡി കാർഡ് കാട്ടാൻ. ഐഡി കാർഡ് കാട്ടാൻ പറഞ്ഞപ്പോ കാട്ടു തിരിച്ചു പറഞ്ഞിരിക്കുന്നു. കാട്ടുമോൻ. കാറ്റുമോൻ എന്നല്ലടാ വായിക്കുന്നേ? അല്ലല്ല സാറേ, കാട്ടു 2 ടീ ഉണ്ട്. 2 ടീ ഉണ്ട്. കാറ്റിന് 2 ടീ ഉണ്ട്. കാട്ടു അല്ലേ? കാറ്റു എന്ന് പറയുമ്പോ ഇത് കാട്ടപ്പൻ അങ്ങനെ വിളിച്ചാൽ ഇത് കാറ്റുവാ. സാറേ ഇനി വേണമെങ്കിൽ കാത്തുന്നും വായിക്കാം. കാത്തൂന് THU അല്ലേ? കേസ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അല്ല സാറേ, ഒരുത്തൻ എന്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കുന്നു, എന്നിട്ട് മോനെ കാണുന്നില്ലെന്ന് പറഞ്ഞു. എന്നാ വന്ന് കാണിച്ചു കൊടുക്ക്. വേണ്ട എനിക്ക് അങ്ങനത്തെ തന്നില്ല സാറേ. മാറിയില്ല. പോസ്റ്റ് ചെയ്യണം. വീണു. പോസ്റ്റ് വീണ് കഴിഞ്ഞാ പോസ്റ്റ് ഒക്കെ നേരത്തെ പോണ സാറേ. 10 മിനിറ്റ് മുമ്പ് വീണ പോസ്റ്റാ. അപ്പൊ മറ്റേ സാറ് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ട് വന്ന് സാറ് പറഞ്ഞ് അവന്റെ പേരിൽ കേസ് എടുക്കാന്ന് പറഞ്ഞു. എനിക്ക് ഇതേവരെ അങ്ങനത്തെ തന്തേരം കണ്ടിട്ടില്ല സാറേ. പറയാവോ? എടാ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നെ ചിലപ്പോ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയതല്ലോ ആയിരിക്കും. ഉപേക്ഷിച്ച് തന്തേനെ പിന്നെ സാറ് ഇപ്പൊ അന്വേഷിച്ചു. എടാ ഒരു കാര്യം ചോദിക്കട്ടെ, 24 വയസ്സ് ആയിട്ട് എടാ പുള്ളിക്ക് ചിലപ്പോ നിന്നെ നഷ്ടപ്പെട്ടതായിരിക്കും. ഓക്കെ, നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. നീ ഇങ്ങനെയൊക്കെ നടന്നല്ലോ കാറ്റു. അവന്റെ ഇഷ്ടമാണ്, അവന് പ്രായപൂർത്തിയായതല്ലേ, അവൻ തീരുമാനിച്ചോളൂ. പ്രായപൂർത്തിയാവണ മുന്നേ ഈ ലോകത്തോട്ട് ജനിച്ച് വീഴാൻ അയാളെ വിചാരിച്ചിട്ടാണ്. അയാൾക്ക് എത്ര വയസ്സുണ്ട് ചോദിച്ചു സാറേ? അയാൾക്ക് എത്ര വയസ്സുണ്ട് ചോദിച്ചു? ഒരു ഇവിടെ 14 വയസ്സില് കൊച്ചുങ്ങളിരിക്കുന്നു പിള്ളേർ. 14 വയസ്സിൽ അപ്പനെ സാറേ അയാൾക്ക് കയറി കൂടെ ഞാൻ ഒരു 10, 28, 30 വയസ്സുണ്ടാവുള്ളൂ. എനിക്ക് 24 വയസ്സുണ്ട്. അപ്പൊ ആള് എത്ര വയസ്സിലാവും? ഇങ്ങനെ 2 വയസ്സിലൊക്കെ ഇത് പോസിബിൾ ആവൂടാ. അതാണ് ഞാൻ ചോദിക്കണേ. പിന്നെ എങ്ങനെ എന്റെ അച്ഛനാവണ്?
എടാ ചുമ്മാ കാണാൻ ചർമ്മം തോന്നാൻ പ്രായം തോന്നിക്കില്ലെന്നല്ലേ, പുള്ളിക്ക് 19 വയസ്സ് കാണും. ഓക്കെ, ഡയ്യൊക്കെ അടിച്ചിട്ട് മറ്റേ സെറ്റപ്പ് ആയിരിക്കും. അയാള് മറ്റേ പുള്ളി ട്രൗസറും മറ്റേതൊക്കെ ഇട്ട് നടക്കണേ. എടാ ഒരു കാര്യം ചോദിക്കട്ടെ, നീ 50 വയസ്സായിട്ട് ബീച്ചിൽ പോകുമ്പോ പുള്ളി ട്രൗസർ മറ്റേതൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ നീ എന്നെ പറയൂ ഞാൻ ചെറുപ്പക്കാരാന്ന്? പക്ഷെ സാറേ നമ്മളറിയണ ഒരു പയ്യന്റെ കൂടെ നടക്കുന്നത്, മനസ്സിലായോ സാറേ? കേക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ ഒരു പാട്ടുകാരൻ ചോദിക്കണ്ട, ഒരു മാക്ക് എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെയാണ് ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആള് നടന്നിരുന്നത്. മാക്കല്ലേ അവൻ വാ തുറന്നാ പാട്ട് പാടാനും കള്ളം പറയാനും മാത്രമാണ് തുറക്കണം. പോയി. അപ്പൊ അവന്റെ കൂട്ടത്തിലാണ് ഇയാള് നടന്നത്. ഓ ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് രണ്ടച്ഛന്മാരാണെന്നോ നിങ്ങക്ക്? അല്ലല്ലല്ലല്ല, എനിക്ക് അച്ഛനില്ല. പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് തന്നപ്പോ അപ്പൊ ഞാൻ കരുതി ഇനി പുള്ളിയും ഇവന്റെ അച്ഛനായിട്ട് ബാധിക്കുകയാണോ? സ്വത്തുണ്ട്. എന്റെ പേരിൽ ഒരു സ്വത്തുമില്ല സാറേ. എന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ആകെ ഒരു അമ്മ, പിന്നെ 2 ചേട്ടന്മാരുണ്ട്. അല്ല ഇവര് പിന്നെ എന്ത് കണ്ടിട്ടാണ് നിന്നെ മോനായിട്ട് സ്വീകരിക്കുന്നത്? അതാണ് ഞാൻ കാര്യം പറട്ടെ, നീ അക്സെപ്റ്റ് ചെയ്യ്. പുള്ളിയുടെ സ്വത്ത് മൊത്തം നിനക്കല്ലോ അല്ലേ? അയാൾക്ക് സ്വത്തുണ്ടോ ചോദിക്കാൻ ആദ്യം. ഉണ്ട്. അയാൾ പേരെന്താ? കാട്ടുപള്ളി പപ്പൻ. ആ ചുമ്മാ അല്ല, രണ്ടും കാട്ടല്ലേ. ഈ കാട്ട് വന്നിട്ടാണ് ഈ പ്രശ്നം വന്നത്. ആ കാട്ടുപള്ളി പപ്പൻ. ഇപ്പൊ ആരാണ്ട് കാട്ടാടി എന്ന് പറഞ്ഞ പേരിട്ടിട്ടുണ്ട്. കാറ്റാടിയോ? അത് കൊച്ചച്ഛനായിട്ട് കാറ്റാടിയാ? സത്യം പറ പപ്പൻ ഇവിടെ ആകപ്പാട്. ആ കാട്ടുപള്ളി പപ്പൻ. എടാ ശരിയാടാ. എടാ പുള്ളിക്കാണെങ്കിൽ 1 ലോഡ് അസറ്റ്. 1 ലോഡ് അസറ്റ്. എന്നാ സാറേ എനിക്ക് അതിന്റെ പകുതി മേടിച്ചു തരുമോ? നീ അവിടെ അച്ഛനായി അച്ഛനായി സ്വീകരിക്കേണ്ട അച്ഛനെ നമ്മളെ അമ്മേനെ വഴി തെറ്റിച്ചിട്ട് ഗർഭിണിയാക്കിട്ട് കടന്നു കളഞ്ഞെന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ. അങ്ങനെന്നുണ്ടാ? എന്നെ ഇത്രയും നാളും കാണാതെ പോയ അച്ഛ എപ്പോ ഒന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച ബാക്കി ഞാൻ ഉറപ്പാണോ? സ്വത്തിട്ടോ? വാടാ. അത് വാ. വേണ്ടല്ലേ പോവാല്ലേ? സ്വത്ത് 1 കോടിയുടെ സ്വത്ത് വേണമെങ്കിൽ പുള്ളിക്ക് വെച്ചോളാം പറ പുള്ളിയോട്. അതിനെക്കാളും കൂടുതലൊന്നും പറയല്ലേ. നീ വണ്ടി എടുത്തോണ്ട് പോവാൻ നോക്കി പോവാല്ലേ? പൊക്കോ അടുത്ത വണ്ടി അടിയില്ലേ? എടാ ജെയ്സി വണ്ടി. ആ ഷെർലോക്ക് നീ ആളെ ഡീൽ ചെയ്യ്. ഓക്കെ വളരെ ഓരോ കേസും കൊണ്ട് വന്നിട്ട് വെറുതെ കേറി വന്നോ ഈ വണ്ടി ടീംസ് ഒക്കെ. നന്ദി തന്നപ്പൊടിയും കണ്ണിന് അച്ഛന്ന് വിളിക്കുന്ന സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണിന് മോനെ മുന്നിൽ സ്വഭാവം ഞാൻ ആദ്യമായിട്ടാണ്. ആടോ പുള്ളി അകത്തോട്ട് കയറി ആളാടെ പോയിട്ട് സ്വത്തിനോട് തന്നെ ഉണ്ടാക്കണ്ടാവോ? പുള്ളി അച്ഛൻ്റെ പേര് തന്നെ ഉണ്ടാക്കണം. അയ്യോ അകത്തോട്ട് കയറിപ്പോ പുള്ളിക്ക് കുറച്ച് ഷെർലോക്കെ ഡീലായ സംസാരിക്കും. എന്താ കത്തിലെന്നാ ഏതാ മൂട്ട സാധനം? നമ്മളെങ്ങോട്ടാ? ചാർലി നിങ്ങളൊക്കെ എവിടെ? നിങ്ങളൊക്കെ എവിടെ? സൂപ്പർ റൂട്ടൻ, ചാർലി, അൾട്രോൺ. ഞങ്ങള് മുതുക്കിലേക്കുണ്ടാവും. ഞങ്ങളൊരു കേസ് എടുത്തിട്ട് ഓക്കെ പോയിട്ടോ ഞങ്ങള് മുതുക്കിലുണ്ടാവും.
ഇന്ന് എനിക്കും വേണം. പിസ്റ്റലുണ്ട് എന്റെ കയ്യില്. മഴ വീട്ടാണ് ആ കത്തി 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 താര നമ്പറിൽ വിളിക്കണേ. ഹലോ ഹലോ കാട്ടൂസാണോ? ആ കാട്ടൂസാണ്. നീ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ നമ്മളെ കണ്ടില്ലായിരുന്നോ? നേരത്തെയോ? ആ സഹദേവൻ സഹദേവൻ പീഡിയാണോ? അച്ഛനെ ആ പീഡിയ പീഡിയ പീഡിയ. ഇപ്പൊ നിലവില് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് അച്ഛനെ കാണാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? എനിക്ക് കാണാൻ താല്പര്യമില്ല സാറേ. വേണ്ട വേണ്ട വേണ്ട. അപ്പൊ ഭരത് സാറിന്റെ നമ്പർ 100 ഞാൻ വിളിച്ചെന്ന് പറയണ്ട. ഭരത് സാറിന്റെ നമ്പർ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. സാറേ അച്ഛനെ കാണാനാണെങ്കിൽ എനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 100 വിളിച്ചിട്ടാ റിപ്പോർട്ട് ഇട്ടേക്കുന്നത്. 100 വിളിച്ചിട്ട് അച്ഛനെ കാണാൻ താല്പര്യമില്ലെന്ന് പറയാം. കാണാൻ അച്ഛനാണ് പറഞ്ഞ ഒരാൾ വന്നിട്ടില്ല, അയാളെ കാണാൻ താല്പര്യം പറഞ്ഞു. 100 വിളിച്ചിട്ട്. ഓക്കെ ഓക്കെ സാർ, കട്ട് ചെയ്തോ. ഓക്കെ. തന്തനും തന്തപ്പൊടിനും ഒക്കെ ഞാൻ വലിച്ചു കത്തിക്കുന്നു. എവിടുന്ന് വന്നത്? 24 വയസ്സ് വരെ വരാതെ തന്ത എടാ നമ്പറിൽ വിളിച്ച് കിട്ടുന്നില്ലല്ലോ. 100 100ലേക്ക് ഇവിടെ ഭരചന്ദ്രൻ സാറേ ഇപ്പൊ കണ്ട സാറ്. എന്താ ഇപ്പൊ കണ്ട സാറേത് 100 വിളിച്ച? ഇപ്പൊ കണ്ട സാറിനെ? ഇപ്പൊ കണ്ട സാറിന്റെ നമ്പറാ 100. പക്ഷെ ആളെ വിളിച്ച് കിട്ടുന്നില്ല. ഇയാളിപ്പോ ഇത്ര നേരം ഉണ്ടായിരുന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്കിയാ? ഞാൻ വിളിച്ചു, അതാ കണ്ടേ. വിളിച്ചിട്ട് ഇതില്ല, കോള് ബാറ്ററി ഇല്ലായിരിക്കും. ഇനി എന്റെ കോൾ ചെയ്യാനും പറ്റുന്നില്ല. ഞങ്ങളോട് എടാ ഞാൻ പറഞ്ഞ നമ്പറേന്ന് വിളിച്ചേ. 91 എവിടെ? എന്താ പരിപാടി? ഹലോ, അവിടെ കേൾക്കുന്നുണ്ടോ? 91 91 69 27 17 ഒന്ന് വിളിച്ചേ. പോകുന്നുണ്ടോ? നോക്കിയേ. പോകുന്നില്ലല്ലോ. അപ്പൊ എന്റെ കുഴപ്പമില്ല. 2 നമ്പറേക്കും വിളിച്ചാൽ കിട്ടില്ല. നീ വേണ്ടി എടുത്തു നോക്കി. അടുത്ത കേസ് വരുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. ഓരോ തന്തയും ഇപ്പം ഞാൻ കത്തിക്കുന്നു. ഗൈസ് ആർക്കും തന്തനെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് പറയട്ടാ. എന്റെ തന്തി നോട്ടടുത്ത് പേടി പോയിട്ട് കേസൊക്കെ കിട്ടും. ഓനെ കല്ലിന് കാച്ചൂട്ടനെ പറഞ്ഞാൽ മതി. സാറേ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സാറേ. വെയിറ്റ്. സംഭവം എന്ന് വെച്ചാല് റിപ്പോർട്ട് ഇട്ടോണ്ട് പുള്ളി ഫോൺ ഓൺ ആക്കിയില്ല തോന്നുന്നു. പറയട്ടെ, കട്ട് ഞാൻ പറയട്ടെ. ഓക്കെ ഓക്കെ. നീ എങ്ങോട്ടാ?
കാട്ടൂസെ കേൾക്കുന്നുണ്ടോ? ആ സാറേ പറ. ജോൺസൺ എന്താണ്? ഒരു മിനിറ്റ് ജോൺസൺ എന്താണ്? ഒന്നുമില്ലെങ്കിൽ സാർ അങ്ങ് ഫ്രണ്ടിലോട്ട് വെക്കോളൂ. കേസ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. പരസാറ് കേൾക്കുന്നുണ്ടോ? പരസാറ് സംസാരിക്കാൻ സാറേ എങ്ങോട്ടാ ഓടിയത്? സാറേ എനിക്ക് താല്പര്യമില്ല സാറേ, കാണണ്ട. അല്ല സാറേ, ഒരാളെ കേസ് തന്നു സാറിന് താല്പര്യമില്ല സെക്കൻഡറി തിങ് ആണ്. ഓക്കെ, യു നീഡ് ടു പ്രൂവ് ദാറ്റ് യു ആർ നോട്ട് ഹിസ് സൺ. ഓക്കെ, ഒരാളൊരു കേസ് തന്നു കഴിഞ്ഞാൽ ലീഗലി ബയോളജിക്കലി നിങ്ങൾ അതിന് സണ്ണാണെന്നുണ്ടെങ്കിൽ അത് കേസ് കോടതിയിലോട്ട് പറയണം. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെ വെർഡിക്റ്റുകൾ ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണം ഒരു കേസ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, ആള് സ്ട്രോങ് ആയിട്ട് നിൽക്കണേ. ആള് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ മൊഴികൾ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഞാനിപ്പോ വീട്ടിലേക്ക് വരണം. even though if you are his sorry if he is your dad, okay, എനിക്ക് താല്പര്യമില്ലാന്ന് പറയാം, കാരണം നിങ്ങൾക്ക് പ്രായപൂർത്തിയായി. ഓക്കെ, ഇപ്പൊ പേടി വന്നിട്ട് പറഞ്ഞാൽ മതി, അതോ കോർട്ടിൽ കൊണ്ടുവരും? പേടി വന്നിട്ട് അത് പറയണം. അത് ഞങ്ങളുടെ കേസ് റിപ്പോർട്ടിനകത്ത് ഞങ്ങൾ എഴുതി വെക്കണം. സാറേ ഞാൻ പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേരില് നിങ്ങളുടെ ഗാർഡിയനോ കട്ട് ചെയ്തോ. ഹലോ, കേൾക്കുന്നുണ്ടോ? സാറേ പറഞ്ഞു. പ്രായപൂർത്തി ആയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വേറെ നിങ്ങളുടെ ലീഗൽ ഗാർഡിയനും മറ്റുമൊക്കെ വരേണ്ടി വരും. പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ്. ഓൾറെഡി നിങ്ങൾക്ക് പ്രായപൂർത്തിയായി. ഓക്കെ, ഒന്ന് സംസാരിക്കാം. പേടി വന്നിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പുള്ളിയോട് പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ അവിടെ കേസ് മുന്നോട്ട് പോകില്ല, അവിടെ സ്റ്റോപ്പായി. കാരണം പുള്ളി പിന്നെ എന്ത് തെളിയിക്കാനാ ശ്രമിക്കുന്നത്? അച്ഛനാണെന്ന് തെളിയിച്ചിട്ട് കാര്യമില്ല, കാരണം മോന് താല്പര്യമില്ലല്ലോ അച്ഛന്റെ കൂടെ പോവാൻ, അച്ഛനാണെങ്കിൽ പോലും. ഓക്കെ, അതവിടെ തീർന്നില്ലേ? എന്തിനാണ് ഈ ഒളിച്ച കളിയൊക്കെ? നോ നീഡ്. ഓക്കെ സാർ, ഞങ്ങൾ പോരാ. സാറോടല്ലേ? ഇത്രേ ഉള്ളൂ മിസ്റ്റർ ലീഗൽ അഡ്വൈസർ. പീടിയിലേക്ക് എടുക്ക്. 12 മോനെ അടിച്ചു കൊന്നിട്ട് വരാൻ ഞാൻ ഒക്കെ കൂടി കാത്തിക്ക്. ഞാൻ അവിടെ ഷെർലോക്കെ അവിടെ പീടി വെച്ചിട്ട് ഒരുത്തരെ കൊന്ന കുഴപ്പമുണ്ടാ? അച്ഛനാന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തതിനും മോൻ വെട്ടി കൊന്ന കുഴപ്പമുണ്ടാ? മീറ്റിംഗ് ഇല്ലാന്നോ? എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് ഞാനവിടെ പോയിക്കൊണ്ടിരിക്കുക. ഞാനവിടെ പോയിട്ട് വരാം. നീ വണ്ടി സേവക്കട അവിടെ ഞാൻ ഇവിടെ വണ്ടി ഇടാൻ പറ്റും. ലോക്കാക്കാൻ പറഞ്ഞിട്ട് വണ്ടി ഇവിടെ ഇടാൻ പാടില്ല. പറ്റും. നീ അവിടെ നിക്ക്. ഞങ്ങള് ഞാൻ ഗാരേജ് വണ്ടി കൊണ്ടുവന്നു. ഇപ്പൊ എവിടുന്ന് പൊട്ടി മുളച്ച ഈ ലൈവ് ഞെട്ടാ. എന്ത് അശ്ലീലമായിട്ടുള്ള സാധനം കൂടെ കാണിച്ചോണ്ടിരുന്നേ? അല്ല, വീടിന്റെ ഫ്രണ്ടിൽ കിടന്നവരെ കുളിച്ചത് കാണിക്കുമ്പോ കുളിച്ചതോ അല്ലാതെ ഞാൻ പിന്നെ എന്ത് പറയണം? ആരാണ് കാണിച്ചത്? ഒന്ന് പറഞ്ഞു. ആരാ കാണിച്ചത്? ജോൺസിനാ. ഞാൻ എന്ത് കാണിച്ചു? അയ്യേ, ഞാൻ അങ്ങോട്ട് പോണേ. ഹലോ സാറേ, ഭരത് സാറ് പത്രത്തിൽ വരും.
സാറേ സാറിന്റെ പേര് പറയരുത്. സാറിന്റെ എന്നെ കാണുന്നില്ല കൊണ്ട് ഇവിടെ കേസ് ഓടിക്കോ. കാട്ടൂത്തല്ലേ? ആ കാട്ടു നേരത്തെ കണ്ടിട്ട്. ആ ഭരത് സാറേ അവിടെ കാട്ടു വന്നിട്ടുണ്ടേ. കാട്ടുസേ, ഇതിനൊക്കെ എങ്ങനെ പേടിച്ചാലോ? 60 കോടിയുടെ സാറേ ഞാൻ ഇതുവരെ കാണാത്തൊരു അച്ഛൻ വന്നെന്ന് പറയുമ്പോ നമ്മൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും സാറേ? കാണാത്തൊരു അച്ഛന്റെ അച്ഛനാണെന്നുള്ള ഉറപ്പൊന്നുമില്ലല്ലോ. Okay. Just relax. Okay. അത് വേണം ചെയ്യണോ? നീ അവന്റെ സാറേ ചെയ്യേണ്ട സാറേ എനിക്ക് ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്ക് അച്ഛനായിട്ട് സ്വീകരിക്കാൻ താല്പര്യം Don't. അച്ഛനല്ലേ? ഇല്ല ഇതൊന്നും എടുത്ത് യൂസ് ചെയ്യണ്ട. എന്നെ കാണില്ല ഇപ്പോഴാണോ സാറേ കേസ് കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ കളഞ്ഞു പോയ സമയത്ത് ഒരു കാണാം മിനിറ്റ്. റിപ്പോർട്ടറെ, ഇത് പ്രൈവസി റിലേറ്റഡ് ആണ്. നിങ്ങൾ ഇവിടെ പോകണം. ഓക്കെ. സാറേ നമ്മളൊരു പബ്ലിക് പ്ലേസ് പബ്ലിക് പ്ലേസ് അല്ല ഇത് പബ്ലിക് പ്ലേസ് അല്ല. ഇത് പോലീസ് സ്റ്റേഷൻ പബ്ലിക്കിന് വേണ്ടിയുള്ള പ്രൈവറ്റ് പ്ലേസ് ആണ്. പീഡി പറഞ്ഞാ പോണം. ഞാനൊരു പബ്ലിക് അല്ലേ? അല്ല, പീഡി പറഞ്ഞാ പോണം. ഇതാണ് ഭരത് സാറേ നമ്മളൊക്കെ ഒരു കേസ് റിപ്പോർട്ട് പറയാൻ പാടില്ല. നിങ്ങൾ അറിയിക്കേണ്ട കാര്യങ്ങളാകുമ്പോ അകത്തോട്ട് നിങ്ങൾ അകത്തോട്ട് അവർക്ക് ഇവിടെ നിൽക്കാനുള്ള ഭാഷ. കുരിശൊന്നും അല്ലല്ലോ കണ്ട് പേടിക്കാൻ. ഇങ്ങോട്ട് വന്നേക്ക്. ഓൾറെഡി കോണ്ടാക്ടിലാണ്. നോക്കി നേരെ സാറേ പറഞ്ഞു നമുക്കത് താല്പര്യമില്ലായിരുന്നു. മിസ്റ്റർ കാട്ടുപള്ളി പപ്പൻ. ഓക്കെ. He was not interested to make you as a son. Okay. So താങ്കളിപ്പോ കേസ് ഫയൽ ചെയ്യാം. താങ്കൾക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. പക്ഷേ പുള്ളിക്ക് പ്രായപൂർത്തി ആയതിന്റെ പേരില്. ഓക്കെ സാറേ ഞാൻ സംസാരിച്ചോട്ടെ? യെസ് പ്ലീസ്. നിങ്ങളിപ്പോ എന്റെ അച്ഛനാന്ന് എങ്ങനെ പറയണത്? ഇപ്പൊ എന്നെ കാണാനായിട്ട് ഇപ്പൊ എന്നെ വളർത്തിയതൊക്കെ വേറെ അമ്മയാണ്. അങ്ങോട്ട് പോണു. സാറിനെ കാണാൻ ധൈര്യമില്ല. അതെ സാറേ, ഇത്രയും 14 കൊല്ലമായിട്ട് ഞാൻ കാണാത്തൊരു അച്ഛൻ പെട്ടെന്ന് ഇപ്പൊ എന്നെ കാണുന്നതിന് വേണ്ടി കേസ് കൊടുത്തു തരിക. നോക്കട്ടെ. വേറെ പല കാര്യങ്ങളുണ്ട്. എന്തോ സാധേവാ പുള്ളിക്ക് എന്തോ പറ്റി? അങ്ങനെ പറഞ്ഞിട്ട് അതല്ല സാർ നിങ്ങൾ പുള്ളിയുടെ ചോദിച്ചു ഒരു 57 വയസ്സുണ്ട്. 57 വയസ്സുണ്ടോ? പുള്ളിയുടെ വീട്ടുപേര് എന്താണെന്ന് അറിയോ? കാട്ടുപള്ളി. ഈ നിന്റെ വീട്ടുപേര് എന്താ? കാട്ടു നിനക്ക് ഐഡിയ കാട്ടു മാത്രമേ ഉള്ളൂ. പള്ളി എന്റെ കൂടെ ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ. ഐഡി കാണാനാ? അല്ല പുള്ളിയുടെ ഐഡി ഈ പറയണ പുള്ളിയുടെ ഐഡി ഒന്ന് കാണിക്കാൻ പറ്റുമോ ഈ കാട്ടൂന്ന്? അല്ലല്ല, പക്ഷെ ഐഡിയ കൊടുത്ത് പക്ഷേ ഇഷ്യൂ ഉണ്ട്. ഐഡി ഇഷ്യൂ ഉണ്ട്. പുള്ളിക്ക് ഒരു ഇഷ്യൂ ഉണ്ട് ഇവിടെ ഡേറ്റാബേസിൽ. പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ നിങ്ങൾക്ക് അറിയണ്ടേ? ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, പുള്ളിയുടെ പേര്. അത് ഹെയർ നീ ഡൈ അടിച്ചിട്ടുണ്ടോ? ഹെയർ മുടി കളർ അടിച്ചിട്ടുണ്ടോ? ഓക്കെ. വേറെ യൂണിറ്റ്സ് ഒരു കാര്യം ചോദിക്കട്ടെ മിസ്റ്റർ കാട്ടുമു അല്ല ഷെർലോക്ക്, ഒന്നിങ്ങി വന്നേ. പൊന്നാരച്ച ചേട്ടാ ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല നമ്മള്. മോനെ കാട്ടു, നീ ഇന്നേരം കണ്ടിട്ടില്ല, സത്യമാണ്. ചില പൊടിക്കാണ് വെച്ച നമ്മൾ അവസാനം കണ്ടേ. എവിടെ വെച്ച്? ഒരു അച്ഛൻ ചെയ്യാത്ത തെറ്റാണ് നിന്നോട് ചെയ്തത്. ചെയ്യാൻ പാടില്ല തെറ്റാണ് നിന്നോട് ചെയ്തത്. അതെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇതേവരെ സാറെ കണ്ടിട്ടില്ല. അപ്പോ ഈ 24 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കേസ് കൊടുക്കുക? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ കേസ് കൊടുക്കണ്ടല്ലേ? അന്ന് കാണില്ലാത്ത, അന്ന് കാണുന്നുണ്ടായിരുന്നു. അന്ന് എവിടുന്ന് കാണുന്നുണ്ടായിരുന്നു? മോനെ അന്ന് കാണുന്നു. നിനക്ക് അറിവില്ലാത്ത പ്രായമായിരുന്നു. ഞാൻ ഇങ്ങനെ അന്ന് ഞാൻ മദ്യത്തിന് ഭയങ്കര അഡിക്റ്റായിരുന്നു. കഞ്ചാവ്, ലഹരി, ഇതൊക്കെ ഭയങ്കര അഡിക്റ്റ്. സാറേ ആള് തന്നെ പറഞ്ഞു ആള് കഞ്ചാവിനും മദ്യത്തിനും അഡിക്റ്റ് ആണ്. അപ്പൊ ഇത്രയും ബോധമില്ലാത്ത ഒരുത്തനെ എങ്ങനെ അച്ഛനാന്ന് പറഞ്ഞു എങ്ങനെ സാറേ? മോനെ ഞാൻ മൊത്തം പറയട്ടെ, വർഷങ്ങൾക്ക് മുന്നെയാണ്, 20 വർഷത്തോളം മുന്നേയുള്ള കാര്യം പറഞ്ഞു. ഇവനാകെ 24 വയസ്സ്. ആ അന്ന് ഞാൻ അങ്ങനെയാണ്, ഇന്നിപ്പോ അങ്ങനെയല്ല. 4 വയസ്സുള്ളപ്പോ എനിക്ക് അച്ഛനും ഓർമ്മ ഉണ്ടാവണ്ടല്ലേ സാറേ? 58 വയസ്സായി എനിക്ക്. എനിക്കിപ്പോ എന്താ പറഞ്ഞ ഈ ദുശീലങ്ങളൊന്നും ഇപ്പൊ ഇല്ല എനിക്ക്. എനിക്കിപ്പോ മോനെ കാണാൻ തോന്നി. എന്റെ
ഓക്കെ ഒരു അതല്ല അപ്പൊ അത് മോൻ ജനിച്ച വർഷം ഓർമ്മ ഉണ്ടാവുമല്ലോ അത് പറഞ്ഞേ. അതൊന്ന് പറഞ്ഞേ. മോൻ ജനിച്ച വർഷം 2001 2000 തോന്നുന്നു, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അച്ഛന്റെ ഭാര്യയുടെ പേരെന്താ? എന്തോ അങ്ങനെ എനിക്കൊരു അമ്മ ഉണ്ടാവണത്. അമ്മ എവിടെ? അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേരെന്താ? അമ്മ മരിച്ചുപോയി. ഇവന്റെ അമ്മ മരിച്ചിട്ടില്ലല്ലോ. ഓക്കെ മിണ്ടായി നിങ്ങൾ പറയരുത്, ഞാൻ പറയാം. ഓക്കെ ഓക്കെ അമ്മ മരിച്ചുപോയി. ഓക്കെ ഫൈൻ. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല, അമ്മ മരിച്ചുപോയി. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു 2001 വെയിറ്റ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ല? ഞാൻ പറഞ്ഞ സുഹൃത്ത്, കുറച്ച് നേരം ലഹരി പുറത്തായിരുന്നു നമ്മൾ ഇത് കുറച്ചല്ല അധികം. നിങ്ങൾക്ക് എത്ര പിള്ളേരുണ്ടായിരുന്നു? എനിക്ക് ഒറ്റ മോനുള്ളൂ. ഒറ്റ മോനേ ഉള്ളൂ. ഓക്കെ. ഭാര്യയായിട്ട് അടിച്ചു പിരിഞ്ഞു, മരിച്ചു പോയതാണ്. എന്റെ അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് പറ. ലക്ഷ്മി. 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 കാട്ടുസിന്റെ അമ്മയുടെ പേരെന്താ? എന്റെ അമ്മയുടെ പേര് അക്കുമ്മ. അക്കുമ്മ. ഓക്കെ. നിങ്ങൾ എത്ര പിള്ളേർ? ഒരാളല്ലേ അതോ രണ്ടോ? ഞങ്ങളുടെ ഒരു കുടുംബം തന്നെയുണ്ട്. കുടുംബം തന്നെ ഉണ്ട്. എനിക്ക് ചേട്ടന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. 20 ചേട്ടന്മാര്. കേട്ടല്ലോ. ഓക്കെ. ഞാനിപ്പോ സാറേ, ഞാനിപ്പോ നല്ല പോലെ ഞാനിപ്പോ എന്റെ ഏട്ടനും അമ്മയുടെയും കൂടെ നല്ല സുഖമായിട്ട് ജീവിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പെട്ടെന്ന് നമ്മുടെ അച്ഛനാന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് നമ്മൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറ്റുമോ? അല്ല, അമ്മയുടെ പേര് ലക്ഷ്മി, അതൊന്നും അല്ല. ഇത് അത് അല്ല, ഞാൻ പറയുന്നത് വെച്ചാല് പുള്ളിയെ എടുക്കാൻ താല്പര്യമുണ്ടോ? ഇതിപ്പോ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഈ കൊച്ചിനെ കണ്ടിട്ട് എന്താണ് നിങ്ങൾ വയസ്സാം കാലത്ത് കുഴിയിൽ കാലിട്ടിരിക്കുമ്പോ മോനെ കൊണ്ട് നോക്കിപ്പിക്കാനാണോ? സുഹൃത്തെ, അങ്ങനെയല്ല നോക്കുകയാണെങ്കിൽ എനിക്ക് വല്ല ആരെയും ഇതിലേതാ മോന്ന് മനസ്സിലായ? നേരെ മുന്നിൽ നിൽക്കണ ബാഗ് ഇട്ടേക്കണേ. അതെങ്കിലും അറിയാലോ. എന്നെ എവിടെ വെച്ചിട്ടപ്പോ ലാസ്റ്റ് കണ്ട്? ചെറുതിലാണെങ്കിൽ സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ സുനാമിക്ക് മുമ്പ് കണ്ടതാണല്ലോ. സാറേ ഇയാള് ഫുള്ള് വെള്ള സാറേ. ഇയാൾ ഇപ്പോഴും ലഹരിക്കുള്ളെന്ന് തോന്നുന്നു. ലഹരിക്ക് അഡിക്റ്റാണ് ഇയാള്. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. സാറേ എന്റെ പേര് കാട്ടൂന്ന് എങ്ങനെ ഇയാൾക്കറിയാം? ഇയാളുടെ പേരല്ല. അത് ഇയാളുടെ പേരല്ല, എന്റെ അമ്മയുടെ പേരാണ്. അല്ലല്ല, അത് അങ്ങനെ പറയും നിങ്ങൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊന്നും. അപ്പൊ അവർക്ക് ഐഡിയാസ് കിട്ടുക. അതെ, ഐഡിയാസ് കിട്ടുക. നീ ഇങ്ങനെ നിങ്ങൾ അതായത് സത്യം പറയരുത്. നിങ്ങൾ നമ്മളൊരു കൗണ്ടർ ചോദ്യം പോലെ ചോദിക്കണം. അപ്പൊ തന്നെ സത്യം പറഞ്ഞ ആൻസർ പറഞ്ഞാൽ അവർക്ക് കൗണ്ടർ അടിക്കാൻ വേണ്ടി വേറെ ഇഷ്ടം പോലെ. പിന്നെ നിങ്ങൾ പറഞ്ഞു നേരത്തെ സുനാമിക്ക് മുമ്പ് കണ്ട്, പിന്നെ ഇടക്കിടക്ക് ഞാൻ കാണാറുണ്ട്. ഞാൻ എന്റെ മോൻ വളരുന്നേയും മറ്റേ അതിപ്പോ പറഞ്ഞത് കൊച്ചുനാളിൽ കണ്ടായിരുന്നു. കേട്ടില്ല? എന്താ കൊച്ചുനാളിൽ കണ്ടാണെങ്കിൽ പിന്നെ ഇപ്പൊ എങ്ങനെ കണ്ട മനസ്സിലായി? ആണെന്ന് തോന്നുന്നു. എന്നെ എങ്ങനെ കണ്ട മനസ്സിലായി? ഇപ്പൊ തന്തക്കുടി പറഞ്ഞു കേൾക്കണില്ല. നിങ്ങളെ വണ്ടി പുറത്ത് കിടക്കും. നിങ്ങളെ വണ്ടിയാണോ? ഏതാ? ബ്ലാക്ക് എന്റെ വണ്ടി ഞാൻ ഗാരേജ് സേവ് ചെയ്തു. ഗാരേജിൽ കൊണ്ട് സേവ് ചെയ്യാൻ പറയണേ. ഓക്കെ. ഹലോ സുഹൃത്തെ, പപ്പൻ. പപ്പൻ പപ്പന്നല്ലേ പുള്ളിയുടെ പേര്? കാട്ടപ്പള്ളി പപ്പൻ കണ്ട പപ്പൻ. ഹലോ കേട്ടോ? ഹലോ 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 ഹലോ. നിങ്ങളെ പേര് പപ്പന്നല്ലേ? പപ്പൻ കാട്ടിപ്പള്ളി പപ്പൻ. കാട്ടപ്പള്ളി പപ്പൻ. അപ്പൊ നമ്മൾ ചോദിച്ചു നിർത്തിയെന്ന് പറഞ്ഞ ചെറുപ്പത്തിലാണ് ഇപ്പൊ കണ്ടെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ് ഞാൻ വളർന്നതൊക്കെ കാണുന്നു. നീ നിർത്ത്, ഞാൻ പറയാം. സാറേ, അതായത് ഞാൻ എന്റെ 20-ാം വയസ്സ് 22-ാം വയസ്സ് ഭയങ്കരമായി ഈ ലഹരിക്ക് അടിമയായിരുന്നു. എനിക്ക് മോനുണ്ടായിട്ട് മോന് ഞാൻ നോക്കിയിട്ടില്ല. വെള്ളം അടിക്കും, അതിനുള്ള പൈസ കൊടുക്കും, അല്ലാണ്ട് ഭാര്യക്ക് പൈസ കൊടുക്കുക അല്ലാണ്ട് വേറൊന്നുമില്ല. വീട്ടിൽ ചെന്ന്
24 മണിക്കൂറും ഞാൻ വെള്ളത്തിലായിരുന്നു ആയിരുന്നു. അപ്പൊ കുടുംബത്തിലും എല്ലാം പ്രശ്നമാണ്, നാട്ടിലെല്ലാം പ്രശ്നമാണ്. നാട്ടിൽ വലിയ ഗുണ്ടായിസം കാണിക്കുന്ന റൗഡിയൊക്കെ ആയിരുന്നു ഞാൻ അന്ന്. ഇതൊക്കെ കൊണ്ട് എന്റെ അടുത്തുനിന്ന് എന്റെ ഭാര്യ കൊച്ചിനെ കൊണ്ട് ഓടിപ്പോയി. അതാണ് സത്യാവസ്ഥ. കുറെ നാള് ഞാൻ പറഞ്ഞേക്കെ ബാക്കി പറയട്ടെ. കൊറേ നാള് ജയിലിലായിരുന്നു ഞാൻ. എന്തിനായിരുന്നു ജയിലിൽ പോയേ? ഒരാളെ കൊന്നിട്ട്. സാറേ ഈ കൊലപാതകരുടെ കൂടെയാണ് സാറേ എന്നെ ഞാനൊരാളെ സാറേ ഒരാളെ കൊന്നിട്ട് ഞാൻ 10 വർഷം ജയിലിലായിരുന്നു. 10 വർഷം ജയിലായിരുന്നു. ഓക്കെ. അപ്പൊ ഇടയ്ക്ക് സംസാരിക്കില്ലേ? ഓക്കെ, അത് പറ. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ ഈ പറഞ്ഞ ഈ അടിച്ചൊക്കെ മാറി, ഇതിന്റെ ലഹരിയുടെ ഒക്കെ അടിച്ചൊക്കെ മാറി. ഞാൻ ഇപ്പൊ എന്റെ മോനെ കാണണം എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ മോനെ അന്വേഷിച്ച് നടന്നു കുറെ നാള്. സുനാമിക്ക് മുന്നേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ സുനാമി വന്നപ്പോ ഞാൻ പോയി. അപ്പൊ ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഞാൻ അച്ചൂട്ടനെ കണ്ട്. എന്റെ ആശാന്റെ ശിഷ്യനാണ്. അതിന്റെ ആശാന്റെ ശിഷ്യനാണ്. ആശാൻ റൗഡി. അറിയാൻ പാടില്ല, നിങ്ങൾ മരിച്ചുപോയി, പഴയൊരു ഇതാണെന്ന്. അപ്പൊ അച്ചൂട്ടൻ പറഞ്ഞാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പൊ അത്ര വർഷങ്ങൾക്ക് മുന്നേ ഈ പറഞ്ഞ ഞാൻ ആ ലഹരി അടിക്കുന്ന സമയത്താണ് അവസാനം വെച്ച് കണ്ടത്. പക്ഷെ സുനാമിക്ക് കണ്ടെന്ന് പറഞ്ഞു. സുനാമിക്ക് കണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സുനാമിക്ക് മുന്നേ ഈ ചെറുപ്പത്തിൽ ഇത്ര വർഷം മുന്നേ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഓ അല്ല, അതിനു മുമ്പ് ഒരു സുനാമി എന്നായിരുന്നു. 2 സുനാമി നാട്ടില്. 2 സുനാമി വന്നായിരുന്നു ഈ നാട്ടില്. ഞാൻ നിന്നപ്പോ ഒരു സുനാമി വന്ന കാര്യം ഞാൻ പറഞ്ഞു. അല്ലപ്പോ എനിക്ക് അറിയാൻ പാടില്ല. അപ്പോ അച്ചൂട്ടൻ പറഞ്ഞ അറിവിലാണ് ഞാൻ ഇവിടെ വന്നത്. ഓക്കെ. അപ്പം ജയിലിൽ പോയത് 15 വർഷമല്ലേ? 10 വർഷം. 10 വർഷം ജയിലിൽ പോയി. കല്യാണം കഴിച്ചത് 20ാമത്തെ വയസ്സിലല്ലേ? കല്യാണം കഴിച്ചെന്ന് പറയാൻ പറ്റില്ല. രജിസ്റ്റേർഡ് അല്ല. അന്നൊന്നും അതൊന്നും അത്രയും ഇതൊന്നും അല്ല, നിർബന്ധം കേസല്ല. അല്ല, കൊച്ചുണ്ടായത് 21ാമത്തെ വയസ്സിലാ. കൊച്ചുണ്ടായത് എത്രാമത്തെ വയസ്സിലാ? കൊച്ചുണ്ടായി 22. 22ാമത്തെ വയസ്സില്. ഓക്കെ. അപ്പം ലൈക്ക് ഇപ്പൊ നിങ്ങക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 58 വയസ്സ്. 58 വയസ്സ്. കാട്ടൂസിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 24 വയസ്സ്. അപ്പൊ മൊത്തം നോണേന്ന് അപ്പൊ മനസ്സിലായില്ല സാറേ. 21ാമത്തെ വയസ്സിൽ കൊച്ചുണ്ടായി. കൊച്ചിന് പയ്യന് 24 വയസ്സ്. 44 വയസ്സല്ലേ ആവത്തുള്ളൂ. 44 വയസ്സ് ആവുന്നുള്ള 52 വയസ്സായി. അപ്പൊ ആള് മാറിയിട്ടോ. ഇയാളല്ല, ആള് മാറിയിട്ടുണ്ട്. ഇനി പറയരുത് ലഹരി കാരനാണ് 20ാം വയസ്സിലാണ്. അടുത്ത സ്ക്രിപ്റ്റ് നോക്കുമ്പോ ഞാൻ അപ്പൊ പൊങ്ങിയില്ലാതാന്നില്ലെന്ന് പറയരുത്. ഹലോ, പോയോ? ഇനി പറയാ ലഹരിയിലെ ഞാൻ ഇവനെ ഉണ്ടാക്കിയെന്ന് പറയരുത്. അത് ഞാൻ പറയും. ലഹരിയിൽ തന്നെ ഉണ്ടാക്കി ലഹരി കിടന്ന് തന്നെ ഉണ്ടാക്കി. ലഹരി കിടന്നുണ്ടാക്കിയ വല്ല വായനരെ ഉണ്ടായിട്ടുണ്ടാവുക. എന്തോ അല്ല, വില എല്ലാം എങ്ങാനും ഉണ്ടായിട്ടുണ്ടാവുക. ഞാനല്ല, എന്റെ തന്ത ഇങ്ങനല്ല. അതുണ്ടായിട്ടുണ്ടാവുക. ഒന്ന് ശരിക്കും ആലോചിച്ചേക്കാൻ മതി. അതിന്റെ അമ്മയാവൂലേ സാറേ? അത് വല്ല വാഴത്തോട്ടത്തിലും പോയി കിടന്നിട്ടുണ്ടാവുക. ഈ പുള്ളിയുടെ ഭാര്യയുടെ പേര് ലക്ഷ്മി എന്നല്ലായിരുന്നു? അതെ അതെ അതെ. അതാവും സാറേ. അടിച്ചു കയറി വന്നപ്പോ വാഴ കണ്ട പെണ്ണാ തോന്നില്ലോ. 44 വയസ്സുള്ള 57 വയസ്സ്. എത്ര വയസ്സാണ്? 47 വയസ്സ്. ഓക്കെ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഈ കൊച്ചു നിങ്ങളെല്ലാം തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് 24 വയസ്സുണ്ട്, നിങ്ങൾക്ക് 57 വയസ്സുണ്ട്.
നിങ്ങൾ സമയത്ത് ലഹരിപ്പുറത്താന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ലഹരിപ്പുറത്ത് എന്തെങ്കിലും കാണിച്ചാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് ഇനിയിപ്പൊ നിങ്ങക്ക് ശരിക്കും അതുപോലെ കൂടുതൽ ലഹരി അടിക്കുന്നവർക്ക് കൊച്ചുണ്ടാക്കാനുള്ള കഴിവില്ല. അങ്ങനെ സാധനം മരുന്നിൽ കിടന്നിട്ട് അടിച്ചിട്ട് മറ്റേ അവര് പോട്ടെ. ഓക്കെ, അയ്യോ നമുക്ക് മാറിയിരിക്കാം. ബാ ഇങ്ങോട്ട് വാ, നമുക്ക് അകത്ത് കയറി എന്തായാലും. ഏതോ മരക്കൊത്തിന്റെ കൂടിലൊക്കെ കൊണ്ടുപോയിട്ടാണ് പോയി അടിച്ചത് പുള്ളി. പുള്ളി ഇന്ത്യ വന്നില്ല. എനിക്ക് വന്ന കാട്ട് മറ്റേ അവഞ്ചേഴ്സിലെ ഗ്രൂട്ടില്ലേ, ഗ്രൂട്ടായിരിക്കും പുള്ളിയുടെ മോൻ. സത്യം സത്യം. കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ചാടാൻ ഹലോ സാറേ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് സാറേ. ഇങ്ങനെ ഒരു കാര്യം പറയാം സാറേ. കൈക്കൂലിയാണ് തരണം കേട്ടാ, നോക്കിക്കോ. അതെ, 5 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കും. ഈ ക്യാമറ വർക്ക് ചെയ്യണമെന്ന് നോക്കണേ. പുള്ളി പറഞ്ഞു ഓണല്ല കാലം കഴിഞ്ഞ് തന്തപ്പടി എവിടെ വന്ന്. പുള്ളി മരക്കൊത്തി മറ്റേ മരക്കൊത്ത് കാര്യത്തില്ലേ, അതെ, അത് ഏതെങ്കിലും പെണ്ണുങ്ങൾ സാരി കൊണ്ടിട്ട് വാട മോളിട്ടുണ്ടാവും. ഇത് മറ്റേ ഈ പുള്ളിയുടെ മോനാണെന്ന് മനസ്സിലായില്ലേ, ഗ്രൂട്ട്. അയാൾ അതെ 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 അതെ. പുള്ളി മറ്റേ എക്സ്പെരിമെന്റിന്റെ ഓഫർ ചെയ്തു മറ്റേ ഡൊണേഷൻ മൈക്ക് വെച്ച് എല്ലാരും അനൗൺസ് ചെയ്ത് പറയണേ. മൈക്ക് പാത്തേക്കടാ, നാട്ടിലൊന്നും അറിയിക്കില്ല. പുള്ളിയുടെ മോന് മറ്റേ മനസ്സിലായ അയാം ഗ്രൂട്ട് മാത്രമൊന്നും മിണ്ടാറില്ല, പറയണ അയാം ഗ്രൂട്ട് അയാം ഗ്രൂട്ട്. അത് മാത്രമേ പുള്ളി ഇടയ്ക്ക് വെച്ച് ഇലയും കിടപ്പുണ്ട്. ഹോം ബാങ്കിൽ പോയി ഡൊണേഷൻ. സത്യം. അയ്യോ ഈ പുള്ളി എല്ലാം കോമഡി തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നു പോലീസുകാർ കൈക്കൂലി കൊടുക്കാൻ മതിയാവും. കൊടുക്കണം, നമുക്ക് അതിന് ഇരട്ടി കൊടുക്കാളോ. ജേസി അല്ലേ നമ്മുടെ കൂടെ വെക്കണം. ജേസിയുടെ എത്ര കാശ് ഇരിപ്പുണ്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞ ജേസി എന്റെ കാശിന് അപ്പ് തന്നെ. നീ ഒരു അഡ്വക്കേറ്റ് ആണ്, നീ വാദിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. പുള്ളിക്ക് പറഞ്ഞ പുള്ളിക്ക് 2000 കൂടി ആസ്തിയുണ്ട്. 2000 കോടി ആസ്തിയുണ്ട്. വെച്ചാല് എന്റെ മകനെ നോക്കാൻ പറ്റുന്ന വിഷമത്തില് സ്വത്ത് എഴുതി തരാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. സ്വത്ത് എഴുതി തരാൻ മാത്രം 2000 കോടിയുടെ ആസ്തി ഇതുണ്ടെന്ന് ഉറപ്പുണ്ടോ? പ്രൂഫ് വേണം. അല്ല, നിങ്ങളുടെ 500 കോടി വഴി കിട്ടിയാലോ. അത് പുള്ളിയുടെ മോന് കൊണ്ടുപോയി കൊടുക്കാൻ പറ, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ മോനല്ല സാറേ. എനിക്ക് ഇപ്പം പുള്ളിയുടെ വിഷമം അറിയാം സാറേ. സാറേ ആ ചോദിച്ചിന്നെ കണ്ടായിരുന്നു. മറ്റേ അല്ല, ചോദിച്ചിട്ട് നോക്കാൻ പറ്റത്തില്ല. അത് പിണ്ടായിരടെ എന്തരടെ രീതി പോകുമ്പോ അത് നശിപ്പിക്കാതിരി. ഓക്കെ, അപ്പം പുള്ളി പറഞ്ഞ 2000 കോടി ആസ്തി ഉണ്ട്. പുള്ളിക്ക് അത് വിഷമം കാരണം എഴുതി തരാൻ വേണ്ടി വന്നേന്ന് പറയുന്നത്. അതായത് മോനെ നോക്കാനുള്ള വിഷമം കാരണം, നോക്കാൻ പറ്റുന്ന വിഷമത്തിൽ മോൻ്റെ കൂടെ അവസാന നിമിഷം എനിക്ക് ജീവിക്കാനുള്ള കുറച്ച് പൈസ എനിക്ക് എന്നാ ഞാൻ സഹായിക്കാം. 2000 കോടിയുടെ ഇത് വേണം, പ്രൂഫ് ഉണ്ടെങ്കിൽ സാറിന് കുറച്ച് കോടി തരാം. ഞാൻ പറയട്ടെ, ഐഡിയ പറയാം. ഞാനൊരു ഐഡിയ പറയാം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. പൈസ ഉണ്ടെങ്കില് ഉണ്ടെന്ന് പറയരുത്, ആരും പറയില്ല കേട്ടോ, നമ്മള് തമ്മീനെ ഇരിക്കട്ടെ. മറ്റേ ബോഡി ക്യാമൊക്കെ ഓഫാ. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പുള്ളിയുടെ കുറച്ച് പൈസ മുക്കിയിട്ട് നമുക്ക് മലമണ്ടയെ കൊണ്ട് തട്ടാം. ഇങ്ങനെയുണ്ട് ഐഡിയ. നമുക്ക് അപ്പൊ നമ്മക്കും കുറച്ച് കിട്ടും. നിനക്ക് നമ്മൾ 5 രൂപ അറിയത്തുള്ളൂ. 2000 കോടി ഡിവൈഡ് ബൈ 4 500 കോടി. എങ്ങനെയുണ്ട്? 4 പേര് ആരും റേറ്റില്ല സാറേ. ഞങ്ങളിപ്പോ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് കേസിന്റെ കാര്യം വിട്, നമ്മള് നോക്കിക്കോളാം. മനസ്സിലായില്ലേ?
ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഇനിയിപ്പോ ഞങ്ങൾക്ക് പ്രശ്നം വന്ന് ഞങ്ങളുടെ ബിസിനസ്സുകാരൊക്കെ ഇല്ല പ്രശ്നമായി കഴിഞ്ഞാലൊക്കെ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല പുള്ളിയെ സാറങ്ങ് തട്ടിക്കോ, ഞങ്ങള് പൈസ എടുത്ത് തന്നോളാം. അങ്ങനെ വേണ്ട. സാറ് തട്ടോ? സാറിന് ഞാന് ഈ 2000 കോടി 1000 കോടി സാർ എടുത്തു. പക്ഷേ ഞാൻ പറയട്ടെ, എന്റെ കൂടെ പുള്ളി വരത്തില്ലല്ലോ, ഞാൻ പുള്ളിയുടെ അച്ഛനല്ലല്ലോ. സാറേ എന്നെ കാണിക്കാനെന്നോട്ട് വല്ല മല മുകളിലും കൊണ്ടിട്ടോ, അതെ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ മതി. സാറേ എന്റെ ചേട്ടന്മാര് വേറെ ആൾക്കാരായിരുന്നു, അവര് വരുന്നത്. ആ ഓക്കെ സാറേ, എന്നാ സാറ് എന്നെ കാണിക്കാനായിട്ട് വല്ല മലമുകളിൽ കൊണ്ടിട്ട് ആളുടെ പൈസ മേടിച്ചിട്ട് അവൻ ഇപ്പൊ വരും, സാറിന്റെ മുമ്പിൽ ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് സാറ് പൈസ മേടിച്ചിട്ട് അവൻ ഷെർലോക്കെ അല്ല മറ്റേ സൂപ്പർൂട്ട ഒന്ന് മാറി, ഞങ്ങൾക്ക് ചെറിയ ഡീൽ അവിടെ കയറിയിട്ട് നിൽക്കുമ്പോഴത്തെ ഇത് ന്യൂസിലൊക്കെ വരും ആവശ്യമില്ല. ആ അപ്പൊ സാറേ അപ്പൊ സാറേ ജനലിൽ കൂടെ സാറേ 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 എന്റെ അനിയനായതുകൊണ്ട് ഞാൻ പറയില്ല, പക്ഷെ അവന് നല്ല ചെവിശക്തി ഉണ്ട് സാറേ. എവിടെ മാറ്റി ഇല്ലെങ്കിൽ നല്ല ചെവിശക്തിയാ. നമുക്ക് മോളിൽ പോവാം, ബാ 4 ഇത് ഏതാ ഡോറ്? ഇവനെവിടെ നിന്ന് ഇതിന് മോളിലുണ്ടോ? ചാർലി പുറത്ത് പോകാൻ പറഞ്ഞാൽ പുറത്ത് പോകും. നമ്മൾ അതിനുള്ള ഡീലിംഗ് ഒരാൾ അകത്തേക്ക് വരുന്നു സാറേ, ഒരാള് നിൽക്കുന്നുണ്ട്. ഷെർലോക്കെ ഞങ്ങൾ ചെറിയ ഡീലിങ്ങിലാണ്, ഞങ്ങൾ നിക്ക്. എടാ എന്റെ അച്ഛനെ കൊണ്ടുകൊടുത്ത കേസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഓർക്ക് തീർക്കട്ടെ. അച്ഛനെ വല്ലതും തട്ടണം. ബാക്കിയുള്ളവരോ ഇതിപ്പോ ഒരു മേസ് റൺ മാതിരിണ്ടല്ലോ. സാറേ കൊള്ളാലോ, ഇതൊക്കെ പേടിക്കാൻ കാശ് കിട്ടുന്നുണ്ടല്ലേ സാലറി ആയിട്ട്. ബാബാ ഓക്കെ, നമ്മള് പറഞ്ഞാന്ന് വെച്ചാ അറിയാലോ. നിങ്ങളുടെ പ്ലാൻ എന്താ? ഇപ്പൊ നിങ്ങളിപ്പോ എന്ത് ചെയ്യും സാറേ? മറ്റേപ്പോ നമ്മള് പറഞ്ഞ പോലത്തെ ഡീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ സാറേ. ഇപ്പൊ നിങ്ങളിപ്പോ അച്ഛനെ സമ്മതിക്കണം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാന് സമ്മതിക്കണമെന്നോ? അല്ല, ഞാനിപ്പോ തെറ്റിപ്പോയിന്ന് പറഞ്ഞത്. പിന്നെ സാറ് കോംപ്രമൈസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആളെ വിളിച്ചു വരുത്തിട്ട് ഈ 2000 കോടി സാറിന്റെ ഇതിൽ വെച്ചിട്ട് എനിക്ക് തരും, ഞാനിപ്പോ വരും പറഞ്ഞിട്ട് സാറ് ആളെ അവിടെ കൊണ്ടുവരുത്ത. അങ്ങനെ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ലൈക്ക് പുള്ളി ഇപ്പൊ സ്വത്തം നോക്കല് എന്തായാലും കുറച്ചാൾ കൂടെ നടക്കണമല്ലോ. അതിനുശേഷം മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം പുള്ളിയുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിയണം, 2000 കോടിയുടെ വെറുത്ത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട്, എന്തായാലും നിങ്ങളെ അക്കൗണ്ടിലല്ലേ പൈസ ആയിട്ട് എടുത്തോളൂ. നിങ്ങളപ്പോ എനിക്ക് 1000 കോടി തരുന്നു, ഞാൻ പുള്ളി മലമണ്ട നിങ്ങൾ കാണാമെന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുപോകുന്നു, തട്ടുന്നു. സാറേ ആളിപ്പോ പോയി കഴിഞ്ഞാൽ എപ്പോ വരും നമുക്ക് വരാൻ പറ്റും? അതുവരെ ഞങ്ങളുടെ മോനായിട്ട് ജീവിക്കണം. അത് തന്നെ. എന്താ സാറേ ഈ വല്ലപ്പോഴും വന്ന് തോണ്ടിട്ട് പോണതാ വേണ്ടി ഞാൻ ജീവിക്കുക. അതല്ല കേട്ടോ, നമുക്കേ സാറേ ഇവനെ ഹോസ്റ്റേജ് ആക്കി നിർത്തിയിട്ട് സാറിനെ മറ്റേ ഇവന്റെ അച്ഛനെന്ന് അഭിനയിക്കുന്ന പുള്ളിനോട് നമുക്ക് എന്നാ പറയണേ, ഹോസ്റ്റേജ് ആയിട്ട് നിർത്തിയേക്കും. അപ്പൊ കാശ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ 2000 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മാത്രം ഹ്യൂജ് എമൗണ്ട് ഉണ്ടായിട്ട് നാട്ടിലൊക്കെ അറിയുന്ന സംഭവമില്ല. ഭരത്താറൊക്കെ അറിയുന്നത്. അതാ പറഞ്ഞ, ഞാനിപ്പോ എനിക്ക് അവിടെ വരാനും പറ്റത്തില്ല. ഓൾറെഡി എന്റെ മൂക്ക് മുതൽ
മുടി മുതൽ അടി വരെ നടന്നത് സാറേ, ഞാനൊരു കാര്യം എല്ലാവർക്കും അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ പീഡിയുടെ മുമ്പ് വെച്ചിട്ട് ഞാനിപ്പോ ആളുടെ മോനെ സമ്മതിച്ച്. ഫസ്റ്റ് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ സമ്മതിച്ചിട്ട് പിന്നെ ആളെ കൂടെ കൊണ്ടുവരുന്നത് ആള് മരിച്ചു കഴിഞ്ഞാൽ കേസിന്റെ പേരിലല്ലേ വരിക? അല്ലല്ല ഈ 2000 കോടിക്ക് വേണ്ടി ഞാൻ ആളെ പിന്നെ നടന്ന് ആളെ കൊന്നല്ലേ പറയുള്ളൂ. നമ്മുടെ ക്ലബിന് പ്രശ്നമാണ് സാർ. ആര് കാര്യം പറയട്ടെ, അത് നിങ്ങൾ പേടിക്കണ്ട. കേസിന്റെ കാര്യത്തെ വിട്, അത് ലീഡിംഗ് ഓഫീസർ ഞാൻ നിന്ന് ചെയ്തോളാം. അത്യാവശ്യം നമ്മൾ നടക്കിടാൻ പാടില്ല അല്ലേ മെയിൻ കാര്യം. ഒന്നാമത് എനിക്ക് കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല, പിന്നെ ആളുടെ കൂടെ പോവാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ സാറായിട്ട് ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. നിനക്ക് താല്പര്യമുണ്ടോ അവന്റെ മോനായിട്ട് സമ്മതിക്കാൻ? അല്ല, ഈ ഒരു ഇതിലേക്ക് കൊണ്ടുപോണേല് ഇത് നല്ലൊരു പ്ലാൻ ആണ്, പക്ഷെ സാറിന്റെ സപ്പോർട്ട് വേണം. എന്റെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞില്ലേ. സാറ് അവസാനം കൈ മലത്തത് ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. നിങ്ങൾ ക്ലിയറൻസ് ആരാ തന്നെ? സാറേ, ഞാൻ എന്തായാലും നാളെ ഞാൻ അങ്ങനത്തെ കാര്യം. അല്ല, നിങ്ങൾ ജിആറിന്റെ ക്ലിയറൻസ് തന്നെ ആരാ? അത് ബർസാറാണോ? എന്തൊരു ക്ലിയറൻസ്? ക്ലബിന്റെ ക്ലിയറൻസ്. ഓ, അത് മറ്റേ ബർസാറും ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഏതോ വേറെ സാറും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. സഹദേവനാണോ? അതന്നെ. അപ്പൊ അതിന്റെ കേസ് എന്താ ഉണ്ടായിരുന്നു നിങ്ങളെ പേരില്? ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. നമ്മൾ നീറ്റായിട്ട് ജീവിക്കുന്ന ഫാമിലിയാണ്. സാറന്നെ പറഞ്ഞു നമ്മൾ നീറ്റ് അടിക്കണം, നമുക്ക് ഈ പരിപാടി ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാറേ, എനിക്ക് അങ്ങനെ വേണ്ട സാറേ. തലയിൽ ഒഴിവാക്കി തരാൻ പറ്റുമോ? കാശ് വേണമെങ്കിൽ ഇവിടെ എത്ര അഭിനയികളുണ്ട്, ഏതെങ്കിലും ഒരു അഭിനയികളെ പിടിച്ചിട്ട് അവന്റെ ഡാഡി മോനാക്കിയാ പോയി. നമുക്ക് വേറെ ഒരു മോനെ ഇറക്കാം. അതെ, അവിടെ സാറേ മലാക്ക്, പക്ഷെ അവരുടെ പേര് മലായോ? ഞാനൊരാളെ വിളിച്ചോക്കട്ടെ, ആളെ വേണമെങ്കിൽ നമുക്ക് മോനാക്കാം. അല്ല, അങ്ങനല്ല. പുള്ളി പറഞ്ഞത് നിങ്ങൾ തന്നെ മോനെന്ന് പറയുമല്ലേ, അപ്പൊ പിന്നെ വേറെ ആള് വന്നിട്ട് ഇപ്പൊ പറയാം മോനെ. 10-22 കൊല്ലം മുമ്പ് എന്നെ കാണാണ്ടായിട്ട് പിന്നെ ഇയാൾക്ക് ഇപ്പൊ എന്നെ മോൻ കണ്ടിരിച്ചു. അതെ, സാറിന് 57 വയസ്സും ഷേവ് അടിച്ചാൽ മതി. സാറിന് വേണം മോനാ. 57 വയസ്സാൾക്ക് 22 വയസ്സ്. സാറിപ്പോ ഓഫ് ഡ്യൂട്ടിയും കൂടിയാ. സാറിന് വേണേ 2000 കോടി എളുപ്പത്തിൽ ഉണ്ടാക്കും ഒറ്റയ്ക്ക്. സിമ്പിൾ. സാറേ, ഇത് ഞങ്ങള് ചേട്ടന്മാരെ ആക്കിയിട്ട് സാർ എടുത്തോ. ഇവിടെ വേറെ നമ്മുടെ ഗിഫ്റ്റ് ആളെ തട്ടും ചെയ്ത് ഞങ്ങളുടെ തലേന്ന് ഒഴിവാകും ചെയ്തു. 2000 കോടി സാർ വെച്ചു. സത്യം. അതെ, ഇപ്പൊ ആർക്ക ലാഭം സാർ പറ? നല്ല പ്ലാൻ അല്ലേ? നല്ല പ്ലാൻ. നമുക്കിപ്പോ അത്യാവശ്യം ജീവിച്ചു ഉള്ള ഒരു സംഭവമൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഞാൻ മോനെന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞാല് എല്ലാരും എന്റെ ബാങ്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളും നോക്കുവേ. അപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാല് അതിനുള്ള ബോധം ഉണ്ടോ? ഇപ്പൊ ഐ ഡി കാർഡ് കാര്യം തെറ്റി വന്നിട്ടുണ്ട്. എല്ലാ കാര്യം ഇപ്പൊ വീട്ടിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും എന്റെ ഐ ഡി കാർഡ് സാറേവൻ തന്നെ കൊടുത്തേക്കുന്നേ. സാറ് പീഡിയല്ലേ സാറ്? സാറിന് ഒരു ഐ ഡി കാർഡ്, സാറ് ഒരു ഫേക്ക് ഐ ഡി അങ്ങ് ഉണ്ടാക്കിയാ പോരെ? അതെ, നിങ്ങൾക്ക് നല്ലൊരു ഇത് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓക്കെ. വേണ്ട സാറേ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. നമുക്ക് താല്പര്യമില്ലാത്ത എനിക്ക് താല്പര്യമില്ല. കാർട്ടൂന് താല്പര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്കിപ്പോ ജീവിച്ചുള്ള സാങ്കേതിക കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാറിനിപ്പോ ആളിനെ ഒന്നും തട്ടിയിട്ട് അയാളുടെ കയ്യിലുള്ള പൈസ സാർ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം എന്റെ തലയിൽ ശല്യം തീരും. സാറ് 2000 കോടി രൂപ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ എന്തായാലും 2000 കോടി സമ്മതിക്കാൻ പോകുന്ന പുള്ളിയുടെ വെറുതെ നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ പേരിൽ ഞാൻ ആക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അഥവാ ഈ കേസ് പൈസ ഇടുമ്പോഴത്തേക്ക് നമുക്ക് അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ പ്ലാൻ ചെയ്യാൻ പറ്റും. സാറ് കൊന്നു കഴിഞ്ഞിട്ട് കേസൊന്നും ഇല്ലാന്നാക്കണ നമ്മുടെ പേരിലേക്ക് പൈസ ഇട്ടാ ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല. സാറ് വേണമെങ്കിൽ സാർ തട്ടിയിട്ട് പൈസ വേണമെങ്കിൽ എന്റെ മോന് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് സാർ വേണമെങ്കിൽ എന്റെ അക്കൗണ്ടിൽ കിട്ടും. സാറ് ഞാൻ ഇട്ടു കേസ് വരെ എടുത്തു. നിങ്ങളിപ്പോ പേടിക്കുന്നത് എന്തുവാ സാറേ? ഞങ്ങളിവിടെ മാനിയായിട്ട് ജീവിച്ചു വന്നൊരു ഫാമിലിയില് ഒരു അനിയനാണ്. അപ്പൊ നമ്മളിപ്പോ ഇതില് പ്രശ്നം വന്നിട്ട് നമ്മുടെ മൂത്ത ചേട്ടന് വന്നിട്ടില്ല.
അമ്മ വന്നിട്ട് പോയിരുന്നു. അമ്മക്ക് ഫ്ലൈറ്റ് ടൈം ആയിട്ട് അമ്മ കയറി പോയിരുന്നു. നിങ്ങൾക്കത് ഞാൻ പറയുന്നത് അത് പേടിക്കണ്ട. കേസ് വരുന്നതാണോ നിങ്ങളുടെ ക്ലബിന്റെ പ്രശ്നമാണോ, നിങ്ങൾക്ക് പൈസ ഇതിന് താല്പര്യം ഇല്ലെങ്കിൽ ഓക്കെ ലീവ് ചെയ്യാം. പിന്നെ ഇപ്പൊ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ചേട്ടനും അമ്മയും വരും. അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് വേണമെങ്കിൽ അമ്മ ഉണ്ടല്ലോ, അമ്മയാണല്ലോ മെയിനായി. അപ്പൊ അമ്മോട് സംസാരിച്ച് ഓൾറെഡി പുള്ളിക്കാരൻ പുള്ളി തെറ്റത്ത് പൊട്ടത്തര പറഞ്ഞു. അതെ, എന്തായാലും കേസ് പോകും. ഈ 22-23 വയസ്സിൽ വല്ല വാഴനും പോയിട്ട് ഇതാവും. അതാ അതുപോലെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വല്ല സാരിയായിട്ട് അമ്മ വിരിച്ചിട്ടുണ്ടാവും. ആ പുള്ളിയുടെ മോൻ സാറിന് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ സാറ് പറയാം, ആ പുള്ളിയുടെ മോൻ വേറൊരു രാജ്യത്താണ് സുനാമി ഇപ്പൊ ഒഴിച്ചു പോയത്. എന്നിട്ട് അപ്പൊ ആ മോൻ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇച്ചിരി കാശ് വേണമെന്ന് പറഞ്ഞിട്ട് സാറ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. എന്നിട്ട് കാശ് എടുത്താൽ പോരാ. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി പുള്ളിക്ക് കുറച്ച് നിങ്ങളിപ്പോ മോനാന്ന് പറഞ്ഞ് ഓൾറെഡി ആളെ കണ്ട് ആള് സംസാരം അറിയാം, കാര്യങ്ങൾ അറിയാം, ID കാർഡൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ID കാർഡ് ഇപ്പൊ ഫേക്ക് കാർഡ് കൊടുക്കാൻ പറ്റത്തില്ല, മറ്റേ രീതി ഇപ്പൊ വന്നേക്കുന്നത്. സാറ് ഞങ്ങൾ വന്നിട്ട് ID കാർഡ് വെച്ചിട്ട് ID കാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ പ്രശ്നം സാറ് പറഞ്ഞു. ID കാർഡ് കിട്ടിയല്ലോ, അല്ല നമുക്ക് കാണിച്ചു തന്നിട്ടില്ല ആള്. ആ പുള്ളിയുടെ ID കാർഡ് തിരിച്ചു അപ്പൊ കൊടുത്തായിരുന്നു വർക്കിംഗ്. സാറേ നമുക്ക് താഴേക്ക് പോകാം സാറേ. ഇനി നമ്മള് ഫ്ലൈറ്റ് ഒക്കെ ടൈമാണ് സാർ തിരിച്ചു പോകാനായിട്ട്. നമുക്ക് ഇനി ചെന്നേരം എന്തായാലും സാറ് നമുക്ക് വേണ്ടി ഇത്ര ചെയ്തല്ലോ. നല്ല രസം ഉണ്ടായിരുന്നല്ലേ. പിന്നെ തന്തരം മാറ്റി കളിക്കുന്നതാണോ രസം? അതല്ലടാ, പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. രാജ്യത്ത് ഇറങ്ങിപ്പോയപ്പോൾ അതിന്റെ ശരിക്കുള്ള ഇത് പോയ രസം പോയത്. കേരള ഒരാളങ്ങോട്ട് ഇതെന്താ എല്ലാരും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടോ? തടിയുണ്ടോ ചേച്ചി ഞങ്ങൾക്ക് പോയിരിക്കാനായിട്ടുള്ള തടി? തടിയല്ലേ നീ എവിടെ പോയി? ഇങ്ങോട്ട് ഇറങ്ങിയാ ഇറങ്ങിയാ പുള്ളി കഥാനായകൻ എവിടെ? ആ വന്നല്ലേ എന്താ കളിക്കണ്? അതോറ തള്ളു ഷെർലോക്ക് വേറെ ഒരുത്തനോട് എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ പറയാട്ടോ, ഞാൻ ഫോൺ നമ്പർ തരാം. സാറിന്റെ നമ്പർ എന്നാളെ ഞാനെന്തൊരു ഓക്കെ 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 സാർ. അപ്പൊ സാർ ഞങ്ങൾ പോയിക്കോട്ടെ. നിന്റെ നമ്പർ തന്നേക്ക്. എന്റെ നമ്പർ തന്നിട്ടല്ലോ. ഇല്ല അന്നില്ല ഫോൺ വന്നില്ല. ഫോൺ എടുത്തിട്ട് ഷെയർ ചെയ്ത്. സാറ് സാറിന്റെ പേരെന്താന്ന് പറഞ്ഞു? സാറിന് നമ്മളിത് ഹാൻഡിൽ ചെയ്തത് നമ്മുടെ എന്തുവാ PCC സാറേ ഉള്ളു. സാറ് നമ്മുടെ ബുദ്ധി തന്നെ ഇവിടെ സാറേ. ആവശ്യം വരും നമുക്ക് സാറിനെ. നിങ്ങള് മറ്റേ ആരുടെ പേര് കേസൊക്കെ ഇല്ലായിരുന്നോ? മാറ്റിരുന്ന ഓർമ്മയുണ്ടോ? ഇല്ല കേസൊന്നും ഇല്ല സാർ. നമ്മുടെ പേരിൽ ഇച്ചിരി വ്യത്യാസങ്ങളേ ഉള്ളായിരുന്നു, വേറൊന്നും ഇഷ്യൂസ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞു. പേരിന് ഇച്ചിരി വള്ളിയില്ലെന്നേ ഉള്ളു. എന്റെ നമ്പർ പഠിച്ച് ഇംഗ്ലീഷ് കുഴപ്പമില്ല, നമ്പർ വിളിച്ചാൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എടാ സാബ് ഗുരുവായിട്ട് നമുക്കൊരു മീറ്റിംഗ് സെറ്റ് ആയിട്ടുണ്ട്. നാളത്തേക്ക് വരുമ്പോഴത്തേക്കും വിളിച്ചാൽ മതി.